Hello, good morning everyone. Today is our first class on building drawing. Let me go to the syllabus first. This is our syllabus. We have modules 1 to 5 that we have 5 modules, and the module 1 consists of general terms associated with IS codes of practice on building drawing. Then doors and windows. Mainly the syllabus of module 1 contains some general terms associated with building drawing and panel door and glazed windows. Module 2 contains roof and stairs. Module 2 contains roof and stairs. Module 3 contains some building rules of two-storied and multi-storied building, then their plan, section and elevation, and some public buildings. Module 4 contains building rules associated with some industrial buildings and the preparation of site plan and service plan. Module 5 contains the preparation of septic tank and soak pit and its detailing. So, ബ്രീഫ്ലി പറഞ്ഞാൽ ദിസ് ഈസ് അവർ സിലബസ്. മോഡ്യൂൾ 1-ൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് സം ജനറൽ ടേംസ് ആണ്. അതായത് നമ്മളൊരു ബിൽഡിംഗ് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ടേംസ് ഉണ്ട്. അത് ഉള്ളത് ചില IS കോഡ്സിലാണ്, അതായത് ചില ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ്സിലാണ് ആ ടേംസ് ഉള്ളത്. ഞാനൊരു കോഡ് കാണിക്കും, ആ കോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെല്ലാം അതിനകത്തുണ്ടെന്ന്. ഓക്കെ, അത് ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ എൻജിനീയറിംഗ് ഡ്രോയിങ് അല്ലെങ്കിൽ ബിൽഡിംഗ് ഡ്രോയിങ്ങിന് നമ്മൾ കോളേജസിൽ യൂസ് ചെയ്യുന്ന ചില കോഡുകളുണ്ട്. എല്ലാ സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സിനും ഓരോ കോഡ്സ് ഉണ്ട്. അതായത് ഇപ്പം RCC വർക്ക്, പ്ലെയിൻ ആൻഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് വർക്കിനാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് 456/2000 ആണ് യൂസ് ചെയ്യുന്നത്. 2000 ഇറങ്ങിയ IS 456 എന്ന കോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് ഒരുപാട് അമെൻമെൻറ്റ്സ് ഒക്കെ വരാറുണ്ട്. പക്ഷെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് IS 456/2000 ആണ്. 2000 റിവൈസ് ചെയ്ത കോഡാണത്. ഓക്കെ, അതുപോലെ തന്നെ പല കാര്യത്തിനും പല കോഡുകളുണ്ട്. ഇപ്പോൾ സ്റ്റീൽ വർക്കാണെങ്കിൽ IS 800 ഉണ്ട്. അതുപോലെ സിമെൻറ്റിൻ്റെ ഗ്രേഡ് വെച്ചിട്ട് തന്നെ കോഡുകൾ മാറാറുണ്ട്. ഓരോ വർക്കിനും അതിൻ്റേതായിട്ടുള്ള കോഡുകളുണ്ട്. വാട്ടർ ടെസ്റ്റിങ്ങിനാണെങ്കിൽ വാട്ടർ ടെസ്റ്റിങ്ങിന് കോഡുകളുണ്ട്. 3025 ഉണ്ട്, 10500 ഉണ്ട്. അങ്ങനെ ഒരുപാട് കോഡ്സ് ഉണ്ട്. അപ്പം നമുക്ക് ബിൽഡിംഗ് ഡ്രോയിങ്ങിൽ മെയിൻലി 3 കോഡാണുള്ളത്. ഒരു കോഡാണുള്ളത്. അതിന് തന്നെ ഒരു സ്പെഷ്യൽ പബ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്താണ് നമ്മൾ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ബിൽഡിംഗ് ഡ്രോയിങ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ബ്രീഫ്ലി ആയിരുന്നു നേരത്തെ മോഡ്യൂൾ പറഞ്ഞു പോയത്, മോഡ്യൂളിൻ്റെ സിലബസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡ്യൂൾ 1. ഇത്രയും കാര്യങ്ങളാണ് മോഡ്യൂൾ 1 പഠിക്കാനുള്ളത്. ഇതിനകത്തെ സെക്ഷണൽ പ്ലാൻ, സെക്ഷണൽ എലിവേഷൻ, ഫ്രണ്ട് വ്യൂ ആൻഡ് ജോയിൻറ്റ് ഡീറ്റെയിൽസ് ഓഫ് പാനൽ ഡോർ ആൻഡ് ഗ്ലേസ്ഡ് വിൻഡോസ്, ആ കാര്യം നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ടായിരിക്കും പഠിക്കുന്നത്. ഇന്ന് നമ്മൾ മിക്കവാറും പഠിക്കാൻ പോകുന്നത് ദ ജനറൽ സ്റ്റഡി ഓഫ് IS കോഡ്സ് ഓഫ് പ്രാക്ടീസും സ്കെയിൽസും മെത്തേഡ്സ് ഓഫ് ഡയമെൻഷനിങ്ങും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. സോ ദീസ് ആർ അവർ മെയിൻ IS കോഡ്സ് അസോസിയേറ്റഡ് വിത്ത് ബിൽഡിംഗ് ഡ്രോയിങ്. ഓക്കെ, അപ്പം നമ്മുടെ മെയിൻ കോഡുകൾ ഏതൊക്കെയാണെന്ന് കാണാൻ പറ്റും. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് 696/1988, അതായത് 1988 റിവൈസ് ചെയ്ത 696 എന്ന കോഡാണ് നമ്മൾ എൻജിനീയറിംഗ് ഡ്രോയിങ് പർപ്പസിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ 2003 ഒരു സ്പെഷ്യൽ പബ്ലിക്കേഷൻ വന്നു, 46. സ്പെഷ്യൽ പബ്ലിക്കേഷൻ 46 വന്നതിന് ശേഷം നമ്മൾ കോളേജുകളിലും, സ്കൂളെന്ന് ഉദ്ദേശിക്കുന്നത് കോളേജ് തന്നെയാണ്, അപ്പം സ്കൂളുകളും കോളേജുകളിലും ഒക്കെ യൂസ് ചെയ്യുന്ന, സ്റ്റഡി പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പബ്ലിക്കേഷൻ കോഡാണ് SP46. അത് ഈ 696-ൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ പബ്ലിക്കേഷനാണ്. ഓക്കെ, അതിനുശേഷം തേർഡ് വൺ ഈസ് IS 144/1989. ഇത് നമ്മുടെ ഡ്രോയിങ് ബോർഡ് ഏത് പാറ്റേണിലുള്ളതാണ്, അതായത് ഡ്രോയിങ് ബോർഡിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ പറയുന്ന ഒരു കോഡാണ് IS 144/1989. ഈ ഇയർ പഠിച്ചില്ലെങ്കിലും കോഡിൻ്റെ നമ്പറെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, ദീസ് ആർ ജസ്റ്റ് ദ ബേസിക്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഈ SP46 എന്ന കോഡൊന്ന് നിങ്ങളെ കാണിക്കാം. സോ ദിസ് ഈസ് സ്പെഷ്യൽ പബ്ലിക്കേഷൻ കോഡ് 46/2003. ഇപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ അറിയാം, ഇതിൻ്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണെന്ന്. SP46/2003 ആണ്. ഓക്കെ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്രാക്ടീസ് ഫോർ സ്കൂൾസ് ആൻഡ് കോളേജസ്.
ഇങ്ങനൊരു PDF നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നിങ്ങളും ഡൗൺലോഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അതിനുശേഷം നമ്മളിതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കണ്ടന്റ് പേജിലേക്ക് നമ്മൾ എത്തും. ദിസ് ഈസ് ദ കണ്ടന്റ് പേജ്. അപ്പോൾ ഇതിനകത്ത് പല സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ സെക്ഷൻസ് നോക്കുമ്പോൾ നമുക്കറിയാം. സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ, സൈസസ് ആൻഡ് ലേ ഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റ്സ്. സെക്ഷൻ 2 ഐറ്റം റെഫറൻസ് ഓഫ് ഡ്രോയിങ്സ് ആൻഡ് ഐറ്റം ലിസ്റ്റ്. സെക്ഷൻ 3 പ്ലാനിങ് ഓഫ് അസംബ്ലി ഡ്രോയിങ്സ്. സെക്ഷൻ 4 ഫോൾഡിംഗ് ഓഫ് ഡ്രോയിങ് പ്രിൻറ്റ്സ്. സെക്ഷൻ 5 സ്കെയിൽസ്. 6 ലൈൻസ്. 7 ലെറ്ററിങ്. അങ്ങനെ താഴോട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഒരു ഡ്രോയിങ് ചെയ്യുമ്പോൾ വേണ്ട കാര്യങ്ങളെല്ലാം, ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഏതൊക്കെ പെൻസിൽ ഉപയോഗിക്കണം എന്നുള്ളത് വരെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സെക്ഷണൽ ഡ്രോയിങ്, സെക്ഷൻസ് എങ്ങനെ വരയ്ക്കണം, ഓരോ ഡ്രോയിങ്ങിനും ഓരോ ടൈപ്പ് പെൻസിലാണ് യൂസ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെല്ലാം, ഏതൊക്കെ ലൈൻ, ഇപ്പോൾ നമ്മൾ ഒരു ഡോട്ടഡ് ലൈൻ യൂസ് ചെയ്യുന്നത് എവിടെയാണ്, അതുപോലെ തന്നെ തിൻ ലൈൻ യൂസ് ചെയ്യുന്നത് എവിടെയാണ്, തിക്ക് ലൈൻ യൂസ് ചെയ്യുന്നത് എവിടെയാണ്, സ്കെയിൽസ് ഏതൊക്കെ വേണം, ഈ കാര്യങ്ങളെല്ലാം, ഒരു ഡ്രോയിങ്ങിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന ഒരു കോഡാണ് SP46/2003. ഇനി ഇതിനകത്ത് ഡ്രോയിങ് ബോർഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അതാണ് IS 144/1989 പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പോലെ കാണിച്ചെന്നുള്ളൂ. ഇതാണ് IS കോഡ്. ദിസ് ഈസ് ഈസിലി ഡൗൺലോഡബിൾ ഫ്രം ഇൻ്റർനെറ്റ്, ഗൂഗിൾ. ഓക്കെ, so let us go through the details of drawing sheet and board. ഓക്കെ, നമുക്ക് ഇത്ര നേരം നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഒരു ഓവർവ്യൂ ആയിരുന്നു. ഇനി നമ്മൾ അതിനകത്തോട്ട് ചെറുതായിട്ടൊന്ന് കടക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ മതി, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. എന്തെങ്കിലും ഒരു ചോദ്യം ഇതിനകത്തൊന്ന് വന്നാൽ നിങ്ങളത് ആൻസർ ചെയ്യണം. അത് മാത്രമല്ല, ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഒരു ബിൽഡിംഗ് ഡ്രോയിങ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഡ്രോയിങ് എക്യുപ്മെൻറ്റ്സിനകത്ത് ഡ്രോയിങ് ഷീറ്റ് ആൻഡ് ബോർഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡ്രോയിങ് ഷീറ്റ് ബോഡി വെച്ചാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസും അതുപോലെ ബോർഡിൻ്റെ സൈസുമാണ് നമ്മൾ ഇനി പറയാനുള്ളത്. അതിനു മുമ്പ് നമ്മൾ ഡ്രോയിങ് ഷീറ്റിൻ്റെ ഒരു ഓവറോൾ വിഡ്ത്ത്, ലെങ്ത് ഒക്കെ എങ്ങനെ വരണം, ആ റേഷ്യോ എന്താണ്, ഡ്രോയിങ് ബോർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിനുപയോഗിച്ചിരിക്കുന്ന വുഡ് ഏതാണ്, ഇതൊക്കെയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം നോക്കാം. ഒരു ഡ്രോയിങ് ബോർഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് ഈസ്റ്റ് വിഡ്ത്ത് റേഷ്യോ √2:1 ആയിരിക്കണം. അതായത് നമ്മളെ ഡ്രോയിങ് ഷീറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഡ്രോയിങ് ഷീറ്റോ ഡ്രോയിങ് ബോർഡോ എടുക്കുന്ന സമയത്ത്, ഡ്രോയിങ് ഷീറ്റ് എടുക്കുന്ന സമയത്ത്, മെയിൻലി ഡ്രോയിങ് ഷീറ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്ന റേഷ്യോ √2:1 ആയിരിക്കും. അതായത് നമ്മൾ ഒരു A4 ഷീറ്റ് എടുക്കുക, അതിൻ്റെ വിഡ്ത്ത് സൈഡ് എടുക്കുക, 210 ആണ്. 210 mm ആണ്, അല്ലെങ്കിൽ 21 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത്. വിഡ്ത്ത് വരുന്ന സൈഡിലെ ലെങ്ത് എന്ന് പറയുന്നത് 210 mm ആണ്. ഓക്കെ, ഇതിൻ്റെ ലെങ്ത് നമുക്കറിയാം എത്രയാണ്, 297 mm ആണ് അതിൻ്റെ ലെങ്ത്. ഇതെങ്ങനെ വരുന്നു? ലെറ്റ് us ടേക്ക് ദ റേഷ്യോ ഓഫ് 297 ആൻഡ് 210. 297/210 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഒന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ നിങ്ങൾ ആ റേഷ്യോ ഒന്ന് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര ആണെന്ന്. ഓക്കെ, ദ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.414 എന്ന ഡിജിറ്റാണ്. വാട്ട് ഈസ് 1.414? ഇറ്റ് ഈസ് √2. √2ൻ്റെ വാല്യൂ ആണ് 1.414. സോ ലെങ്ത് ഈസ്റ്റ് വിഡ്ത്ത് റേഷ്യോ എന്ന് പറയുന്നത് √2:1 ആയിരിക്കും. അത് ഏതൊരു ഡ്രോയിങ് ഷീറ്റ് എടുത്താലും ആ റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കും, √2:1 തന്നെ ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഡ്രോയിങ് ഷീറ്റിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഇതുവരെ അറിയാത്തവരും കാണും, മോസ്റ്റ്ലി ഇതറിയാത്തവരായിരിക്കും കൂടുതൽ. ഓക്കെ, അപ്പം നമ്മൾ അതുപോലെ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഈ A സ്റ്റാൻഡ്സ് ഫോർ ആർക്കിടെക്ചർ എന്നാണ്. അതായത് A4, A3, A2, A1, A0 ഏത് ഷീറ്റ് എടുത്താലും അതിൽ A സ്റ്റാൻഡ് ചെയ്യുന്നത് ആർക്കിടെക്ചർ എന്ന നാമത്തെയാണ്. ഓക്കെ, ദെൻ നമ്മുടെ ഇൻഡെക്സ് ബ്ലോക്ക് എന്ന് പറയുന്നത് ടൈറ്റിൽ ബ്ലോക്ക് ആയിരിക്കും. ഇൻഡെക്സ് നമ്മൾ ആദ്യം ഒരു ഡ്രോയിങ് ഷീറ്റ് എടുത്ത് ആദ്യം ചെയ്യുന്നത് ടൈറ്റിൽ ബ്ലോക്ക് വരയ്ക്കുക എന്നുള്ളതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഡ്രോയിങ് ബോർഡ് ഹാർഡ് ബോർഡ് വെച്ചല്ല ഉണ്ടാക്കുന്നത്. അതായത് കട്ടിയുള്ള ഹാർഡ് വുഡ് വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. നമ്മളത് ഉണ്ടാക്കുന്നത് സോഫ്റ്റ് വുഡ് വെച്ചാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വുഡ്. കാരണം നമ്മളതിൽ പിൻ ചെയ്യാറൊക്കെ ഉണ്ട്. പിൻ ചെയ്യേണ്ട സമയത്ത് ആ പിന്നകത്തോട്ട് കയറണമെങ്കിൽ ദാറ്റ് ഷുഡ് ബി സോഫ്റ്റ് വുഡ്. അപ്പോൾ സോഫ്റ്റ് വുഡ് ആയിട്ടുള്ള ട്രീസിൻ്റെ വുഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കുന്നത്.
ആൻഡ് മെറ്റീരിയൽ, അതായത് ആ വുഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പൈൻ, ഫിർ, ഓക്ക്, ലിനോലിയം എന്ന ഇങ്ങനെയുള്ള ഈ മരത്തിൻ്റെയൊക്കെ തടി കൊണ്ടാണ് നമ്മൾ ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കുന്നത്. സോ ഇനിയും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഡ്രോയിങ് ഷീറ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് ബോർഡ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിന് പറയുന്ന പേരാണ് ഇബോണി എഡ്ജ് അല്ലെങ്കിൽ വർക്കിംഗ് എഡ്ജ് ഓഫ് ബോർഡ് എന്ന് പറയും. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡിന് പറയുന്ന പേര് എബോണി എഡ്ജ് എന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ സൈഡിൽ നിന്നായിരിക്കും നമ്മൾ വർക്കിംഗ് ചെയ്യുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ, ഇവിടെ ഈ ഭാഗത്താണ് നമ്മൾ ഡ്രാഫ്റ്റർ ഫിറ്റ് ചെയ്യുന്നത്. എല്ലാം ലെഫ്റ്റ് സൈഡിലായിരിക്കും. നമ്മളെപ്പോഴും ഒരു ഡ്രോയിങ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കും വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ എഡ്ജിന് പറയുന്ന, ആ ബോർഡിൻ്റെ ആ എഡ്ജിന് പറയുന്ന പേരാണ് ഇബോണി എഡ്ജ്. അത് ലെഫ്റ്റ് സൈഡായിരിക്കും. അപ്പം പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഡ്രോയിങ് ബോർഡ് നമ്മൾ സോഫ്റ്റ് വുഡ് വെച്ചാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഇത് ഒറ്റ തടിയിലല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് പല സ്ട്രിപ്സ് ഇങ്ങനെ വെച്ചിട്ട് ഈ ഓരോ സ്ട്രിപ്സും ടങ്ഡ് ആൻഡ് ഗ്രൂവ്ഡ് ജോയിൻറ്റ്, അതെന്ന് പറഞ്ഞാൽ കാർപ്പൻട്രിയിലെ ഒരു ജോയിൻ്റ് ആണ് ടങ്ഡ് ആൻഡ് ഗ്രൂവ്ഡ് ജോയിൻറ്റ്. അതുപോലെ 4 തൊട്ട് 6 സ്ട്രിപ്പ് വരെ വെച്ചിട്ട് ടങ്ഡ് ആൻഡ് ഗ്രൂവ്ഡ് ജോയിൻറ്റ് വഴി നമ്മൾ ഫിക്സ് ചെയ്തെടുക്കുന്നതാണ് ഒരു ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡ്രോയിങ്ങിനകത്തെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. സോ ഈ ഒരു സ്ലൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സൈസ് ഓഫ് പേപ്പറും സൈസ് ഓഫ് ഡ്രോയിങ് ബോർഡുമാണ്. ഇത് ജസ്റ്റ് ഒക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾക്കിപ്പോൾ A4 സൈസ് മനസ്സിലായല്ലോ. A4 സൈസ് നിങ്ങൾക്ക് മനസ്സിലായി. 297/210 ആണ്. അപ്പോൾ നിങ്ങൾക്കത് നേരത്തെ അറിയാവുന്നതായിരിക്കും. 297/210 കൂടുതലും മറ്റേ പ്രിൻ്റ് എടുക്കുന്ന സമയത്തൊക്കെ ഈ സാധനം കാണാറുണ്ട്. ഇതിൻ്റെ സൈസ് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് ചെയ്യുന്നവരോ അങ്ങനെ പലർക്കും ഈ സൈസ് പരിചിതമായിരിക്കും. ഓക്കെ, നമുക്ക് സൈസ് ഓഫ് പേപ്പർ എന്ന് പറയുന്നത് A0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. A0 എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ വിൽ ബി 1 മീറ്റർ സ്ക്വയർ. ഓക്കെ, ഒരു A0 സൈസ് പേപ്പർ ഷീറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആയിരിക്കും. A1 ഷീറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 0.5 മീറ്റർ സ്ക്വയർ ആയിരിക്കും. A2 ഏരിയ എന്ന് പറയുന്നത് 0.25 മീറ്റർ സ്ക്വയർ ആയിരിക്കും. അതായത് ഇത് പകുതിയായിട്ടാണ് ഇത് വരുന്നത്. ചെറുതായാണ് വരുന്നത്. അങ്ങനെ അവസാനം ഇത് ചെറുതായിട്ട് എന്താവും? A4 ഷീറ്റ് ആവും. A4 ഷീറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 297/210 ആണ്. അപ്പം ഇത് പഠിക്കാനൊരു വഴിയുണ്ട്. ഈ 210 ഇരട്ടിയായിരിക്കും A3 ഒരു സൈഡ് വരുന്നത്, ലെങ്ത് സൈഡ് വരുന്നത് 420/297. ഈ 297 ഇങ്ങോട്ട് വരും. ഈ അടുത്തതെന്ന് പറഞ്ഞാൽ ഈ 420 ഇങ്ങോട്ട് വരുമ്പോൾ 297 ഇരട്ടി ഇങ്ങോട്ട് വരും. ഇനി അടുത്ത 420 ഏകദേശം ഇരട്ടിയാണ് 841 അല്ലേ? 840 ആണ് വരേണ്ടത്. ജസ്റ്റ് 841 വന്നു. 594 ഇതുപോലെ ഇങ്ങോട്ട് വരും. ഇനി 594 ഇരട്ടിയാണ് 1189 അല്ല, 1188 ആണ് വരേണ്ടത്. 1189 എടുക്കുന്നു ഇൻറ്റു 841. അപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫസ്റ്റ് ഷീറ്റ് എടുക്കുക, അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് അതിൻ്റെ വിഡ്ത്തിൻ്റെ ഡബിൾ എന്ന് പറയുന്നത് അടുത്ത A3 ലെങ്ത് ആയിരിക്കും. A4 ലെങ്ത് എന്ന് പറയുന്നത് A3 വിഡ്ത്ത് ആയിരിക്കും. അങ്ങനെ കറങ്ങി ക്രോസ് ആയി ആണ് ഈ ഷീറ്റിൻ്റെ സൈസ് നമുക്ക് അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, അല്ലെ പറ്റാവുന്ന പോലെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ബോർഡിൻ്റെ സൈസാണ്. ഡ്രോയിങ് ബോർഡ് നമ്മൾ A4 വേണ്ടി നമ്മൾ ഡ്രോയിങ് ബോർഡ് യൂസ് ചെയ്യാറില്ല. D3 വരെ ഉള്ളൂ ഡ്രോയിങ് ബോർഡ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, A4 നമ്മൾ ഡ്രോയിങ് ബോർഡ് യൂസ് ചെയ്യാറില്ല. കാരണം അത് നമുക്ക് ബുക്കിൻ്റെ മേളിൽ വെച്ചാൽ അതിന് വരയ്ക്കാൻ പറ്റും. സോ ദാറ്റ്സ് വൈ വി ഡോണ്ട് യൂസ് ഫോർ A4. A0 ഉള്ള ഡ്രോയിങ് ബോർഡാണ് D0. അപ്പം A0 ഷീറ്റിനെക്കാട്ടി വലിയ ഒരു ബോർഡ് ആയിരിക്കണമല്ലോ D0 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 1189 ആയിരുന്നു A0 ലെങ്ത്. D0 വരുമ്പോൾ 1500 ആവും. 841 ആയിരുന്നു A0 വിഡ്ത്ത്. അതുകൊണ്ട് തന്നെ D0 1000 ആവും. പിന്നെ ഈ 25 എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ ബോർഡാണ്. ബോർഡിനൊരു തിക്നെസ് കാണുമല്ലോ, ഒരു കട്ടി കാണും, അല്ലാതെ പേപ്പർ പോലല്ലല്ലോ ഇരിക്കുന്നത്. സോ അതിൻ്റെ തേർഡ് ഡയമെൻഷനാണ് 25 mm എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം MM-ലാണ്. ദീസ് ഡയമെൻഷൻസ് ആർ ഇൻ MM. അപ്പം ഡ്രോയിങ് ബോർഡിൻ്റെ സൈസ് വരുമ്പോൾ എല്ലാം റൗണ്ട് ഫിഗേഴ്സ് ആയിരിക്കും. അങ്ങനെ തന്നെ അത് ഓർത്ത് വയ്ക്കാൻ വളരെ എളുപ്പമായിരിക്കും. A1 ആകുമ്പോൾ 841 ആണ് ലെങ്ത്, അതുകൊണ്ട് തന്നെ 1000 എടുക്കും. 594 ആയതുകൊണ്ട് 700 എടുക്കും. 25 തന്നെയാണ് തിക്നെസ്. A2 ഡ്രോയിങ് ബോർഡ് എന്ന് പറയുന്നത് D2 ആണ്. അത് 594 ആയതുകൊണ്ട് 700 ലെങ്ത് എടുക്കും. 420 വിഡ്ത്ത് ആയതുകൊണ്ട് 500 വിഡ്ത്ത് എടുക്കും. 15 mm തിക്നെസ്സേ എടുക്കത്തുള്ളൂ.
അപ്പോൾ ഇങ്ങനെയാണ് ഡ്രോയിങ് ബോർഡിൻ്റെ സൈസ് വന്നത്. A4 അല്ലെങ്കിൽ സൈസ് ഓഫ് ദ പേപ്പർ അറിയാമെങ്കിൽ സൈസ് ഓഫ് ദ ഡ്രോയിങ് ബോർഡ് നമുക്ക് ഈസിലി ആക്സസിബിൾ ആയിട്ട് അല്ലെങ്കിൽ ഈസിലി നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ദ ഡ്രോയിങ് പെൻസിൽ. അതായത് ഡ്രോയിങ് പെൻസിലിന് ഒരുപാട് റോളുണ്ട് നമ്മുടെ ബിൽഡിംഗ് ഡ്രോയിങ്ങിൽ. അതായത് പെൻസിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്. നമ്മൾ ഒരുപാട് പെൻസിൽസ് കേട്ടിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ടുള്ള പെൻസിൽസ് എന്ന് പറഞ്ഞാൽ വുഡൻ പെൻസിലും ഉണ്ട്, മെക്കാനിക്കൽ ക്ലച്ച് പെൻസിലും ഉണ്ട്. നമ്മൾ ഡ്രോയിങ്ങിന് ക്ലച്ച് പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അത് ലിഡ് ആകുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലച്ച് പെൻസിലാണ് യൂസ് ചെയ്യാറ്. പക്ഷേ വുഡൻ പെൻസിൽ യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രേഡ് ഓഫ് ലെഡ്സ് ഒന്ന് നോക്കാം. എച്ച് എന്ന് പറഞ്ഞൊരു ഗ്രേഡും ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു ഗ്രേഡും ഉണ്ട്, HB എന്ന് പറഞ്ഞൊരു ഗ്രേഡും ഉണ്ട്, F എന്ന് പറഞ്ഞൊരു ഗ്രേഡും ഉണ്ട്. ഇത്രയും ഗ്രേഡ്സ് ആണ് പെൻസിലുള്ളത്. അതിനകത്ത് തന്നെ ഗ്രേഡിന് ചേഞ്ച് ഉണ്ട്. ഓക്കെ, 9H, 8H, 7H, 6H, 5H, 4H, 3H, 2H, HF, HB, B, 2B, 3B, 4B, 5B, 6B, 7B. സോ ഇതിനകത്ത് ഏകദേശം 17 ടൈപ്പ് ഉണ്ട്. 17 ടൈപ്പ് പെൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 17 ടൈപ്പ്. ഇതിനകത്ത് H പോയിന്റ് ചെയ്യുന്നത് ഹാർഡ്നെസ്സിനെയാണ്. ആ ലിഡിൻ്റെ ഹാർഡ്നെസ്സിനെയാണ് H പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. B പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ബ്ലാക്ക്നെസ്സിനെയാണ്, എത്രമാത്രം കറുപ്പുണ്ട് അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് എത്രമാത്രം ഡാർക്കാണ് എന്ന് കാണിക്കുന്നതിനെയാണ് B സൂചിപ്പിക്കുന്നത്. F എന്ന് പറയുന്നത് ഫൈൻ പോയിന്റ്. അപ്പം ഇതിനകത്തൊരു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹാർഡ്നെസ്, പെൻസിലിൻ്റെ ഹാർഡ്നെസ് കൂടുന്തോറും അതിൻ്റെ ബ്ലാക്ക്നെസ് കുറയും. ഓക്കെ, അപ്പോൾ ഹാർഡ് പെൻസിലിന് കളർ കുറവായിരിക്കും. അതേസമയം 7B എന്ന് പറയുന്നത് പെൻസിൽ, ഈ പറയുന്ന 7B എന്ന് പറയുന്ന പെൻസിലിന് ഭയങ്കര കളറായിരിക്കും, ഭയങ്കര ബ്ലാക്ക്നെസ് കൂടുതലായിരിക്കും. പക്ഷേ അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകായിരിക്കും, ഹാർഡ്നെസ് കുറവായിരിക്കും, സോഫ്റ്റ് ആയിരിക്കും പെൻസിൽ. അപ്പോൾ അതാണ് അതിന് മെയിൻ. 9H എന്ന് പറഞ്ഞ പെൻസിൽ ഏറ്റവും ഹാർഡായിട്ടുള്ള പെൻസിലായിരിക്കും. സോ അതിന് ബ്ലാക്ക്നെസ് വളരെ കുറവായിരിക്കും, വരച്ചാൽ കാണത്തോലും ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് മെയിൻ ചെയ്യുന്നത്. ഈ HB എന്ന് പറഞ്ഞ പെൻസിലാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറ് വരയ്ക്കാനും എഴുതാനും ഒക്കെ. സോ ഇറ്റ് ഈസ് ഫോർ സ്കെച്ചിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു പെൻസിലാണ് HB. അതുപോലെ തന്നെ H പെൻസിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഔട്ട്ലൈൻ വരയ്ക്കാനും വിസിബിൾ ലൈന്, ഫിനിഷിങ്, ഡയമെൻഷനിങ്, ലെറ്ററിങ്, ആരോസ്, കോമ്പസ്, ഡ്രോയിങ്. നമ്മൾ എപ്പോഴും ഡ്രോയിങ്ങിൽ യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് പെൻസിലാണ്. H പെൻസിലും യൂസ് ചെയ്യാറുണ്ട്, 2H പെൻസിലും യൂസ് ചെയ്യാറുണ്ട്. H ഉം 2H ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. H എന്ന് പറയുന്നത് അത്യാവശ്യം ഡാർക്കായ പെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിസിബിൾ ലൈൻ വരയ്ക്കാനും ഡയമെൻഷൻ ചെയ്യാനും ലെറ്ററിങ് ചെയ്യാനും ആരോസ് വരയ്ക്കാനും എല്ലാ കാര്യത്തിനും, വിസിബിൾ ലൈൻ വരയ്ക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന H ആണ്. ഈ പ്രൊജക്ഷൻ ലൈൻസ്, അതായത് അധികം കാണാൻ പറ്റാത്ത ലൈൻസ്, കാണണ്ടാത്ത ലൈൻസ് ഒക്കെ വരയ്ക്കുന്നത് 2H വെച്ചാണ്. 2H പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഡ്രോയിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന പെൻസിൽ H ഉം 2H ഉം ആണ്. ഇനിയും ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി. ഇതിനകത്ത് നമ്മൾ പെൻസിലിൻ്റെ ലിഡിൻ്റെ ഷേപ്പ് വെച്ചിട്ട് ഇതിന് പല ഷാർപ്പനിങ്ങിൻ്റെ രീതി വെച്ചിട്ട് ഇതിൻ്റെ യൂസേജ് മാറാറുണ്ട്. അതായത് ഒരു പെൻസിലിൻ്റെ അറ്റം ഇങ്ങനെ സിലിണ്ടറിക്കലാണെങ്കിൽ അത് നമ്മൾ ഷെയ്ഡിങ് പർപ്പസിനായിരിക്കും യൂസ് ചെയ്യുന്നത്. അതേസമയം ഇതിങ്ങനെ കൊണിക്കലാണെങ്കിൽ, നമ്മൾ യൂഷ്വലി പെൻസിൽ വെട്ടുന്ന രീതി തന്നെ വെട്ടുവാണെങ്കിൽ അത് ലെറ്റർ എഴുതാനും അതുപോലെ തന്നെ ഡയമെൻഷൻ ചെയ്യാനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതേസമയം ഈ സൈഡ് എന്ന് പറയുന്നത് ചിസൽ എഡ്ജ് ആണെങ്കിൽ അത് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ, ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാനായിരിക്കും യൂസ് ചെയ്യുന്നത്. അതേസമയം അതിൻ്റെ ഒരറ്റം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, ബെവൽഡ് ആണെങ്കിൽ, ഒരു സൈഡിലോട്ട് ചരിഞ്ഞിരിക്കുവാണെങ്കിൽ അത് നമ്മൾ കോമ്പസ് ഡ്രോയിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്യാവശ്യം പഠിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ദിസ് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ ദ ക്വസ്റ്റ്യൻ ഫോർ 2 മാർക്സ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഒരുപാട് ടൈപ്സ് ഓഫ് ലൈൻസിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് ലൈൻസിനെ പറ്റി പറയുമ്പോൾ വെറുതെ ഒരു തിന്നായിട്ടൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് തിന്നായിട്ട് ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഈ ടൈപ്പ് ലൈൻ എവിടെയാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ ഈ ലൈൻ ഉപയോഗിക്കുന്നത് പ്രൊജക്ഷൻ ലൈന്, കൺസ്ട്രക്ഷൻ ലൈൻസ്, ഡയമെൻഷനിങ്, ലീഡർ ലൈന്, ഹാച്ചിങ് ലൈന്, റിവോൾവിംഗ് സെക്ഷൻ്റെ ഔട്ട്ലൈൻ ലൈന്, ഇതുപോലുള്ള ലൈനുകൾക്കൊക്കെയാണ് നമ്മൾ കണ്ടിന്യൂസ് തിൻ ലൈൻ ഉപയോഗിക്കുന്നത്. കണ്ടിന്യൂസ് തിൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഡാഷ്ഡ് തിന്നും ഉണ്ടായിരിക്കും, അല്ലെ ചെയിൻ തിന്നും ഉണ്ട്, കണ്ടിന്യൂസ് തിന്നും ഉണ്ട്. ചെയിൻ തിന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നതിനെയാണ് ചെയിൻ തിന്നെന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ലൈനിനെയാണ് കണ്ടിന്യൂസ് തിന്നെന്ന് പറയുന്നത്.
ഇനി കണ്ടിന്യൂസ് തിക്ക് എന്ന് പറയുമ്പോൾ നല്ല കട്ടിക്ക് പോകുന്ന ലൈനായിരിക്കും. നല്ല കട്ടിക്ക് പോകുന്നതിനെയാണ് കണ്ടിന്യൂസ് തിക്ക് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ പറഞ്ഞു പ്രൊജക്ഷൻ ലൈൻ, അതായത് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുവാണെങ്കിൽ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം ഒരു ഒബ്ജക്റ്റിൽ നിന്ന് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൽ നിന്ന് നമ്മളൊരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുക ഇങ്ങനെ താഴോട്ട്. എന്നിട്ട് അതിൻ്റെ പ്ലാൻ ഇവിടെ വരയ്ക്കുക. ഇതൊരു എലിവേഷൻ ആയിരുന്നു, ഫ്രണ്ട് വ്യൂ ആയിരുന്നു. അതിൻ്റെ പ്ലാൻ നമ്മളിവിടെ വരയ്ക്കുക. പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടായിരിക്കും വരയ്ക്കുന്നത്. ആ പ്രൊജക്റ്റ് ചെയ്യുന്ന ലൈൻ എന്ത് ലൈനായിരിക്കും? കണ്ടിന്യൂസ് തിൻ ലൈൻ ആയിരിക്കും. സോ അതാണ് ഒരു എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ തിക്ക് ലൈൻ ഉണ്ട്. കണ്ടിന്യൂസ് തിക്ക് ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ പറഞ്ഞു ഇതുപോലുള്ള ഒബ്ജക്ട്സ് വരയ്ക്കണം. ഈ ഒബ്ജക്ട്സിൻ്റെയൊക്കെ വിസിബിൾ ആയിട്ടുള്ള എഡ്ജ്, അതായത് എലിവേഷനിലുള്ള വിസിബിൾ എഡ്ജ്, അതുപോലെ തന്നെ പ്ലാനിലുള്ള വിസിബിൾ എഡ്ജസ്, അതെല്ലാം വരയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് കണ്ടിന്യൂസ് തിക്കായിട്ടുള്ള ലൈൻ. ഇനി നമ്മളൊരു സാധനം ബ്രേക്ക് ചെയ്യണമെങ്കിൽ, ഷോർട്ടായിട്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതിനുപയോഗിക്കുന്ന ലൈനാണ് എന്ത്? കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡ്. അതായത് ഇങ്ങനൊരു സിലിണ്ടർ ഉണ്ട്, ഭയങ്കര നീളമുള്ളൊരു സിലിണ്ടർ ഉണ്ട്. അതിനെ നമുക്ക് ചെറിയൊരു സ്ഥലത്ത് കാണിക്കണം. അതായത് ഇങ്ങനെ കാണിച്ചിട്ട്, ഇത് വളരെ ചെറുതായിട്ട് കാണിക്കണേ, നമ്മളിത് ഇങ്ങനെ കാണിച്ചാൽ മതി. ഇങ്ങനെ തിൻ ഫ്രീ ഹാൻഡ് വെച്ച് കാണിച്ചാൽ മതി. അപ്പം അങ്ങനത്തെ ലൈൻ എന്ന് പറയുന്നതാണ് തിൻ ഫ്രീ ഹാൻഡ് ലൈൻ. അതായത് ഷോർട്ട് ബ്രേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ലൈനാണ് തിൻ ഫ്രീ ഹാൻഡ് ലൈൻ, കണ്ടിന്യൂസ് തിൻ ഫ്രീ ഹാൻഡ് ലൈൻ. ഇനി കണ്ടിന്യൂസ് തിൻ സ്ട്രെയിറ്റ് വിത്ത് സിഗ്സാഗ്. അതായത് നമ്മൾ പണ്ട് ഗ്രാഫൊക്കെ വരയ്ക്കുന്ന ടൈമിൽ ഒരുപാട് നീളമുള്ള ഗ്രാഫാണെങ്കിൽ അറ്റത്ത് നമ്മളിങ്ങനെ ബ്രേക്ക് ഇടും, ഇതുപോലുള്ള സിഗ്സാഗ് ബ്രേക്ക് ഇടും. അങ്ങനെ ലോങ് ബ്രേക്കിന് വേണ്ടിയുള്ള ഉപയോഗിക്കുന്ന ലൈനാണ് കണ്ടിന്യൂസ് തിൻ സ്ട്രെയിറ്റ് വിത്ത് സിഗ്സാഗ്, ലോങ് ബ്രേക്ക് ലൈനിങ് ആണ്. ഇനി അടുത്തതായിട്ട് ഡാഷ് ഡോർ ഡോട്ടഡ് ലൈൻ. ഡാഷ് ഡോർ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് ഹിഡൻ ഔട്ട്ലൈൻസ് ആൻഡ് എഡ്ജസിന് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ പുറകിലായിട്ട് ഒളിച്ചിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ കാണിക്കാൻ വേണ്ടിയുള്ള ലൈനാണ് ഡാഷ് ഡോർ ഡോട്ടഡ് ലൈൻ. അത് ജസ്റ്റ് ഡാഷ്ഡ് ആയിരിക്കും, ജസ്റ്റ് ഡാഷസ് ആയിരിക്കും അതിന് പോകുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ചെയിൻ ലൈൻ ഓർ ചെയിൻ തിന്നായിരിക്കും, പക്ഷേ ചെയിൻ ആയിട്ടുള്ള ലൈൻ ആയിരിക്കും. അതായത് ഒരു ലോങ് ഡാഷ് വരും, ഒരു ഷോർട്ട് ഡാഷ് വരും, ഒരു ലോങ് ഡാഷ് വരും, ഷോർട്ട് ഡാഷ് വരും, ലോങ് ഡാഷ്, ഷോർട്ട് ഡാഷ്, അങ്ങനെ പോകുന്ന ലൈനെയാണ് ചെയിൻ ലൈൻ അല്ലെ ചെയിൻ തിൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ബേസ് ലൈനോ സെൻട്രൽ ലൈനോ ലൈൻ ഓഫ് സിമെട്രിയോ സൂചിപ്പിക്കുന്നു. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു സിലിണ്ടർ വരച്ചിട്ടുണ്ട്, ഒരു സ്ക്വയർ, ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്, അതിൻ്റെ നടുക്കൂടെ ചെയിൻ ലൈൻ വരച്ചാൽ അതിൻ്റെ രണ്ട് പോർഷനും സിമെട്രിക്കലാണെന്ന അതിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ഭാഗം ഒരുപോലാണ്, സിമെട്രിക്കലാണെന്ന് കാണിക്കാനുള്ള ലൈൻ ഓഫ് സെപ്പറേഷൻ, അതിനെയാണ് ചെയിൻ തിൻ ഓർ ചെയിൻ ലൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കട്ടിംഗ് പ്ലെയിൻ ആണ്. കട്ടിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ കട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സെക്ഷൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലൈനാണ് എന്ത്? ചെയിൻ തിൻ തിക്ക് അറ്റ് എഡ്ജസ് ആൻഡ് ചേഞ്ച് ഓഫ് ഡയറക്ഷൻ. അതായത് എഡ്ജസിലും ചേഞ്ച് ഓഫ് ഡയറക്ഷനിലും ഈ ലൈൻ ഇങ്ങനെ ആയിരിക്കും. അതായത് സ്റ്റാർട്ടിങ്ങിൽ എഡ്ജസിൽ, അതായത് സ്റ്റാർട്ടിങ്ങിൽ തിക്കായിരിക്കും, പിന്നെ വളരെ തിന്നായിട്ട് ഇങ്ങനെ വരും, തിന്നായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സ്ഥലത്തും തിക്കായിരിക്കും, പിന്നെയും തിന്നായിട്ട് വരും, പിന്നെ എഡ്ജിൽ തിക്കാവും. അങ്ങനത്തെ ലൈൻ അത് ഉപയോഗിക്കുന്നത് കട്ടിംഗ് പ്ലെയിനിന് വേണ്ടിയാണ്, കട്ട് ചെയ്യുന്ന സ്ഥലത്ത് മാത്രം. അതായത് ഒരു ബിൽഡിങ്ങിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫേസ് നമുക്ക് കാണണമെങ്കിൽ ആ ഒരു ഭാഗത്ത് യൂസ് ചെയ്യുന്ന ഒരു ലൈനാണ് ചെയിൻ തിൻ തിക്ക് അറ്റ് എഡ്ജസ് ആൻഡ് ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ലൈൻ. ഓക്കെ, സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ലൈൻസ് ടൈപ്സ് ഓഫ് ലൈൻസ് ദാറ്റ് വി ഷുഡ് സ്റ്റഡി. ഓക്കെ, ഇതിനകത്ത് നമ്മൾ നന്നായിട്ട് ഓർത്തിരിക്കണം, പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ ടൈപ്സ് ഓഫ് ലൈൻ. ദിസ് ക്യാൻ ബി ആസ്ക്ഡ് ഇൻ ദ എക്സാം. പിന്നെ നിങ്ങളുടെ സിലബസിലെ മറ്റൊരു ടോപ്പിക്കാണ് സ്കെയിൽ. സ്കെയിലിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. 3 ടൈപ്പ് ഓഫ് സ്കെയിൽസ് ആണുള്ളത്: എൻലാർജ് സ്കെയിൽ, ഫുൾ സൈസ് സ്കെയിൽ, റെഡ്യൂസ് സ്കെയിൽ. അതായത് എൻലാർജ്ഡ് എന്ന് പറയുമ്പോൾ x:1 ആണ്, ഫുൾ സ്കെയിൽ എന്ന് പറയുന്നത് 1:1 ആണ്, റെഡ്യൂസ്ഡ് എന്ന് പറയുന്നത് 1:6 ആണ്. എന്താണ് സ്കെയിൽ? സ്കെയിലിംഗ് എന്തിനാണ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരു വീട്, ആ വീടിനെ നമുക്ക് അതുപോലെ തന്നെ ഒരു പേപ്പറിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം വീട് വലുതാണ്, പേപ്പർ ചെറുതാണ്. അപ്പോൾ അങ്ങനൊരു കേസിൽ ആ വീടിനെ ചെറുതാക്കി കാണിക്കണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന സ്കെയിലാണ് റെഡ്യൂസ്ഡ് സ്കെയിൽ. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ എല്ലാം 1:100, 1:50
400 സ്കെയിലായിരിക്കും നമ്മൾ യൂഷ്വലി വരയ്ക്കുന്നത്. കാരണം എന്താ, അത് ബിൽഡിംഗ് വലുതാണ്, അതിനെ നമുക്ക് ചെറുതായിട്ട് കാണിക്കണം. സോ ഇറ്റ് ഈസ് എ റെഡ്യൂസ് സ്കെയിൽ. വൈൽ എൻലാർജ് സ്കെയിൽ എന്താണ്? എൻലാർജ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ 2:1, 3:1, 5:1. അതായത് നമ്മുടെ ഒബ്ജക്റ്റിനെക്കാട്ടി വലിയൊരു ഡ്രോയിങ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ, പേപ്പറിൽ നമ്മൾ ഇപ്പോൾ ഒരു ചെറിയ ഒരു വാച്ച്, ആ വാച്ചിനകത്തെ ചെറിയ മെഷീനറിയുടെ ചെറിയൊരു മെഷീൻ ഉണ്ടെങ്കിൽ ആ മെഷീനെ നമുക്ക് വലുതായിട്ട് കാണിക്കണം. അങ്ങനെയുള്ള സമയത്ത് യൂസ് ചെയ്യുന്ന സ്കെയിലാണ് എൻലാർജ് സ്കെയിൽ, X:1. ഓക്കെ. ഫുൾ സ്കെയിൽ എന്താണ്? 1:1. കാരണം ഇപ്പം നമ്മളൊരു ലാപ്ടോപ്പ്, ആ ലാപ്ടോപ്പിനെ അല്ലെങ്കിൽ ഒരു മൊബൈലിനെ അതേ ഷേപ്പിൽ അതേ സൈസിൽ ഒരു പേപ്പറിൽ കാണിക്കണമെങ്കിൽ അതാണ് ഫുൾ സ്കെയിൽ, അല്ലെ ഫുൾ സൈസ് സ്കെയിൽ. ഓക്കെ, അതേ സൈസിൽ തന്നെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്കെയിലിനകത്ത് പറയാൻ. എന്തെങ്കിലും സ്കെയിലിനെ കുറിച്ച് 2 മാർക്കിനും ചോദിക്കാറുള്ളൂ, ചോദിച്ചാലും എഴുതാൻ പറ്റും. ഇത് വെച്ച് 2-3 ടൈപ്സ് ഉണ്ട്, ആ ടൈപ്സിൻ്റെ ഓരോ എക്സാമ്പിൾ എഴുതുക. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയാൻ. നെക്സ്റ്റ് വൺ ഈസ് ലെറ്ററിങ്. ലെറ്ററിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഡയമെൻഷൻ ചെയ്യാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടൈറ്റിൽ ബ്ലോക്കിൽ ലെറ്ററിങ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹെഡിങ് എഴുതാറുണ്ട്, മെയിൻ ടൈറ്റിൽ, സബ് ടൈറ്റിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡ്രോയിങ്ങിൽ നമ്മുടെ ലെറ്ററിങ്ങിന് ഒരുപാട് സൈസസ് ഉണ്ട്. അതായത് മെയിൻ ടൈറ്റിലാണെങ്കിൽ 10 തൊട്ട് 12 mm വരെ സൈസേ കാണാവൂ മെയിൻ ടൈറ്റിലിന്. സബ് ടൈറ്റിലാണെങ്കിൽ 3 to 6 mm ആയിരിക്കും. ഇനിയും നോട്ട്സ്, ഡയമെൻഷൻസ്, ഫിഗേഴ്സ്, അതിൻ്റെയൊക്കെ ഡയമെൻഷനിങ് ആണെങ്കിൽ 3 to 4 mm ആയിരിക്കും. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. മെയിൻ ടൈറ്റിലാണെങ്കിൽ 10 to 12 mm ആയിരിക്കും, സബ് ടൈറ്റിലാണെങ്കിൽ 3 to 6 ആയിരിക്കും, ഡയമെൻഷനിങ് ആണെങ്കിൽ 3 to 4 ആയിരിക്കും. ഇനി നമ്മൾ എലമെൻറ്റ്സ് ഓഫ് ഡയമെൻഷനിങ് ആണ് പറയുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അറിഞ്ഞിരിക്കണം, കാരണം ഈ ഓരോ വേർഡ്സും കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ട്, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിനെ ഞാനിങ്ങനെ കാണിക്കണമെങ്കിൽ, ഒരിടത്ത് ഈ ഒബ്ജക്റ്റിൻ്റെ പേര് എനിക്ക് കാണിക്കണമെങ്കിൽ, ഇതൊരു വീടാണെങ്കിൽ ഇതൊരു ബിൽഡിംഗ്, ദിസ് ഇസ് ഹൗസ് എന്നെനിക്ക് കാണിക്കണമെങ്കിൽ ഐ ഷുഡ് മാർക്ക് എ ലൈൻ. ഇങ്ങനെ ഒരു ലൈൻ ഇട്ടിട്ട് വേണം കാണിക്കാൻ. അതിൻ്റെ അറ്റത്തൊരു ആരോ കാണും, അതിൻ്റെ പേരാണ് ആരോ. അറിയാലോ ആരോ? ഓക്കെ, ആ ലൈനിന് പറയുന്ന പേരാണ് ലീഡർ ലൈൻ. ഒരു ഒബ്ജക്റ്റിനെ അതിൻ്റെ പേരെഴുതി കാണിക്കാനോ മറ്റോ ഉപയോഗിക്കുന്ന ഒരു ലൈനാണ് ലീഡർ ലൈൻ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ലീഡർ ലൈൻ. അടുത്തതായിട്ട് ഈ ഒബ്ജക്റ്റിൻ്റെ ലെങ്തിനെ കാണിക്കുന്ന, ഡയമെൻഷനിങ്ങിന് ഉപയോഗിക്കുന്ന ലൈനിൻ്റെ പേരാണ് ഡയമെൻഷൻ ലൈൻ. ഈ ലൈനാണ് പേരാണ് ഡയമെൻഷൻ ലൈൻ. ഈ ഡയമെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കും, എന്നിട്ടാണ് ഡയമെൻഷൻ ചെയ്യുന്നത്. ആ ലൈനിന് പറയുന്ന പേരാണ് പ്രൊജക്ഷൻ ലൈൻ ഓർ എക്സ്റ്റൻഷൻ ലൈൻ. ആ ഒബ്ജക്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡയമെൻഷൻ ലൈൻ മാർക്ക് ചെയ്യുന്നത്. ആ ലൈനിന് പറയുന്ന പേരാണ് പ്രൊജക്ഷൻ ലൈൻ അല്ലെ എക്സ്റ്റൻഷൻ ലൈൻ. എപ്പോഴും ഈ ആരോ ഹെഡ് എന്ന് പറയുന്നത്, ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ലെങ്തിനേക്കാളും 3 ഇരട്ടി കുറവായിരിക്കും. അതായത് ഇത് 1 cm ആണ്, അല്ലെങ്കിൽ 1 mm ആണെങ്കിൽ ഇത് 3 mm ആയിരിക്കും. എപ്പോഴും ഈ വിഡ്ത്തിൻ്റെ ഇൻറ്റു 3 ചെയ്യുന്നതായിരിക്കും ലെങ്ത്. ഓക്കെ, 1:3 റേഷ്യോയിലായിരിക്കും ആരോ ഹെഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത്, നമുക്ക് വേണമെങ്കിൽ ഡയമെൻഷൻ ലൈനിനെ ആരോ വെച്ചും ഡയമെൻഷൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒബ്ലിക് സ്ട്രോക്സ് വഴിയും ഡയമെൻഷൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ. ഓക്കെ, 2 രീതി ഡയമെൻഷൻ ചെയ്യാം. ഒന്നെങ്കിൽ ആരോ യൂസ് ചെയ്ത് ഡയമെൻഷൻ ലൈൻ വരച്ച് ഡയമെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഒബ്ലിക് സ്ട്രോക്സ് യൂസ് ചെയ്തിട്ടും ഡയമെൻഷൻ ചെയ്യാം. സോ ദീസ് ആർ ദ മെയിൻ തിങ്സ് ഓർ എലമെൻറ്റ്സ് ഓഫ് ഡയമെൻഷനിങ്. ദെൻ എപ്പോഴും നമ്മളൊരു പ്രൊജക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 6 mm എങ്കിലും, 6 mm കൂടുതൽ ഈ ലൈൻ പോകരുത്. അതായത് 6 mm ആയിരിക്കണം ഈ ഡയമെൻഷൻ ചെയ്യുന്ന ലൈനും ഇതും തമ്മിലുള്ള ഡിഫറൻസ്. മിനിമം 6 mm വേണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ ഒബ്ജക്റ്റിൻ്റെ അകത്ത് ഇങ്ങനെ ലൈൻ വരച്ചു. അപ്പം ഇതിന് പറയുന്ന പേരാണ് ഹാച്ചിങ് ലൈൻ, ഹാച്ച് എന്ന് പറയും. ഓക്കെ, അതിപ്പോൾ അറിയണ്ട, പിന്നീട് പറയാം. പിന്നെ ടൈപ്സ് ഓഫ് ആരോസ് ഉണ്ട്. അതായത് വേണമെങ്കിൽ എനിക്ക് ഓപ്പൺ ആയിട്ടുള്ള ആരോ വരയ്ക്കാം, ഇതാണ് ഓപ്പൺ ആരോ. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ക്ലോസ്ഡ് ആയിട്ടുള്ള ആരോ വരയ്ക്കാം. ഓക്കെ, ക്ലോസ്ഡ് ആരോ ആയിരിക്കും നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുക. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ആരോ ക്ലോസ്ഡ് ഫിൽഡ് ആരോ ആയിരിക്കും. അതായത് ക്ലോസ്ഡിനകത്ത് പെയിൻറ് ചെയ്ത ഒരു ടൈപ്പ് ആരോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ഫിൽഡ് ആരോ. മെയിൻലി 3 ടൈപ്സ് ആരോ ഉള്ളത്. ഓപ്പൺ ആരോ ഉണ്ട്, ക്ലോസ്ഡ് ആരോ ഉണ്ട്, ക്ലോസ്ഡ് ഫിൽഡ് ആരോ ഉണ്ട്. ഇത്രയാണ് നമ്മുടെ എലമെൻറ്റ്സ് ഓഫ് ഡയമെൻഷനിങ്. ഓക്കെ.
സോ ദിസ് ഈസ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ഡയമെൻഷനിങ്. നമുക്ക് 4 രീതിയിൽ അല്ലെങ്കിൽ 4 അല്ല 5 രീതിയിൽ നമുക്ക് ഡയമെൻഷനിങ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഡയമെൻഷനിങ് അല്ല, അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും ഡയമെൻഷനിങ്ങിനെ. ഓക്കെ, ഇപ്പം ഇതിനകത്ത് ഡയമെൻഷനിങ് അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ചെയിൻ ഡയമെൻഷനിങ്. അതായത് ഒരു ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ, അതായത് നമ്മളിങ്ങനെ ഒരു ചെയിൻ ഇട്ട് കഴിഞ്ഞാൽ ആ ചെയിനിൽ കൂടെ മാത്രമേ ഡയമെൻഷൻ ചെയ്യത്തുള്ളൂ. ആ ടൈപ്പ് ഡയമെൻഷനിങ്ങിനെയാണ് ചെയിൻ ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഇവിടെ വരെ എത്ര 10 മീറ്റർ ആണെങ്കിൽ 10 മീറ്റർ, ഇവിടുന്ന് ഇവിടെ വരെ 15 മീറ്റർ ആണെങ്കിൽ 15 മീറ്റർ, ഇവിടുന്ന് ഇവിടെ വരെ 10 മീറ്റർ ആണെങ്കിൽ 10 മീറ്റർ, അങ്ങനെ ഡയമെൻഷൻ ചെയ്യുന്നു. ഒറ്റ ലൈനിൽ തന്നെ ഡയമെൻഷൻ ചെയ്യുന്നതിനാണ് ചെയിൻ ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. ഇനി സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് പാരലൽ ഡയമെൻഷനിങ് ചെയ്യാം. ഇത് സ്ഥലം ഇല്ലാത്ത സ്ഥലത്താണ് ഒറ്റ ലൈനിൽ ചെയ്യുന്നത്. സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് പാരലൽ ഡയമെൻഷനിങ് ചെയ്യാം. അതായത് ഇവിടുന്ന് ഇവിടെ വരെ 10 സെൻറ്റിമീറ്റർ 10 മീറ്റർ, ഇവിടുന്ന് ഇവിടെ വരെ 20 മീറ്റർ, എല്ലാം ഒരറ്റത്ത് നിന്നായിരിക്കും നമ്മൾ ഡയമെൻഷൻ ചെയ്യുന്നത്. ഇത് 20 മീറ്റർ, ഇവിടുന്ന് ഇവിടെ വരെ 30 മീറ്റർ. ആ ടൈപ്പ് ഡയമെൻഷനിങ് ആണ് പാരലൽ. അതായത് ഓരോ സൈഡും നമ്മൾ പാരലായിട്ട് ഡയമെൻഷൻ ചെയ്യും, പക്ഷേ ഒരു എൻഡിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. തേർഡ് വൺ ഈസ് സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷൻ. അതായത് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഒരറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഡോട്ടായിരിക്കും. ആ ഡോട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് റൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഡയമെൻഷൻ മാർക്ക് ചെയ്തു പോകും. അതായത് ഈ എഡ്ജ് വരെ 10 മീറ്റർ, ഈ എഡ്ജ് വരെ 20 മീറ്റർ, ഈ എഡ്ജ് വരെ 30 മീറ്റർ. അതായത് ഒറ്റ ലൈനിൽ തന്നെ ആയിരിക്കും, പക്ഷെ ഒരു പോയിന്റിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒറ്റ ലൈനിൽ പോകും. ഓക്കെ, റണ്ണിങ് ടൈമിൽ തന്നെ ഡയമെൻഷൻ മാർക്ക് ചെയ്ത് പോകും. സൂപ്പർ ഇമ്പോസ്ഡ് റണ്ണിങ് ഡയമെൻഷൻ എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ ചില സ്ഥലത്ത് ഇതിൻ്റെ എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ചിലയിടത്ത് പാരലൽ ഉപയോഗിക്കും, ചിലയിടത്ത് ചെയിൻ. ഒരു ഡ്രോയിങ്ങിൽ തന്നെ നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കും. അപ്പോൾ അതും ഒരു ടൈപ്പ് ഡയമെൻഷനിങ് ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡയമെൻഷനിങ് ബൈ കോർഡിനേറ്റ്സ് ആണ്. അതായത് കോർഡിനേറ്റ് ഡയമെൻഷനിങ്. ഇപ്പോൾ അത് എങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്കത് കാണാൻ പറ്റും. ഈ ബിൽഡിങ്ങിൻ്റെ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ CB ആണ്, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ CD ആയിരിക്കും. അപ്പോൾ അത് XY ആക്സിസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എക്സ് ആക്സിസിൽ ഇത് രണ്ടും ഒരേ ലൈനിലാണ് വരുന്നത് എക്സിൽ. അതുകൊണ്ടാണ് ഇത് രണ്ടും C വന്നത്, ഇവിടെയും C വന്നത്. പക്ഷേ Yയിൽ അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് CBയും CDയും വന്നത്. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് എന്തായിരിക്കും നമുക്ക് ഓർക്കാം. ഇവിടെ ഇപ്പോൾ A ആണ് X ആക്സിൽ വരുന്നതെങ്കിൽ ABയും ഇവിടെ ADയും ആയിരിക്കും ഡയമെൻഷനായിട്ട് വരുന്നത്. അങ്ങനെ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുന്ന ഡയമെൻഷൻ ചെയ്യുന്നതിനെയാണ് ഡയമെൻഷനിങ് ബൈ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. So these are the main 4 types of arrangements of dimensioning. Okay. ഇനി ഇതാണ് മെത്തേഡ്സ് ഓഫ് ഡയമെൻഷനിങ്. നമ്മൾ ഇതുവരെ ഡയമെൻഷൻ എഴുതി കാണിച്ചില്ല, ലൈൻ വരച്ച കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി നമ്മൾ ഡയമെൻഷനിങ് ചെയ്യത്തില്ലേ, നമ്മൾ ഒരു ഡിജിറ്റ് എഴുതുവാണെങ്കിൽ ആ ഡിജിറ്റ് എങ്ങനെ അലൈൻ ചെയ്യണം എന്നുള്ളതിനെ തീരുമാനിക്കുന്നതാണ് മെത്തേഡ്സ് ഓഫ് ഡയമെൻഷനിങ് എന്ന പാർട്ട്. ഓക്കെ, ഇപ്പോൾ 2 രീതിയിലാണ് നമുക്ക് മെത്തേഡ് ഓഫ് ഡയമെൻഷനിങ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്ന് പറയുന്നത് അലൈൻഡ് സിസ്റ്റവും, ഒന്നെന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ സിസ്റ്റവും. യൂണി ഡയറക്ഷണൽ സിസ്റ്റം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഒറ്റ ഡയറക്ഷനിലെ ഡയമെൻഷൻ അലൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഡയമെൻഷണൽ സിസ്റ്റം ഒറ്റ ഡയറക്ഷനിലേ എപ്പോഴും ഇരിക്കത്തുള്ളൂ. ഇനിയും ഡയമെൻഷൻ ലൈൻ എങ്ങനെ ചേഞ്ച് ചെയ്താലും ആ ഡയറക്ഷൻ ഓഫ് ദ ഡിജിറ്റ് ഷുഡ് ബി ഓൾവേസ് ഇൻ വൺ ഡയറക്ഷൻ. ഓക്കെ, അതാണ് യൂണി ഡയറക്ഷൻ സിസ്റ്റം. അത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് കണ്ടില്ലേ, ഇത് എപ്പോഴും ഹൊറിസോണ്ടൽ ആയിരിക്കും. ദിസ് ഇസ് ഓൾസോ ഹൊറിസോണ്ടൽ, ദിസ് ഇസ് ഓൾസോ ഹൊറിസോണ്ടൽ, ദിസ് ഇസ് ഓൾസോ ഹൊറിസോണ്ടൽ. ഡയമെൻഷനിങ് ലൈൻ വെർട്ടിക്കൽ ആയാൽ പോലും യൂണി ഡയറക്ഷണൽ സിസ്റ്റത്തിൽ ഡയമെൻഷനിങ്ങിൻ്റെ ഡിജിറ്റ് എപ്പോഴും ഒരേ ഡയറക്ഷനിലായിരിക്കും, ഹൊറിസോണ്ടൽ ഡയറക്ഷൻ തന്നെ ആണ്. അത് മനസ്സിലായി. ഇത് മനസ്സിലായ സിമ്പിളായിട്ട് തന്നെ വി ക്യാൻ സ്റ്റഡി അലൈൻ സിസ്റ്റം. അലൈൻ സിസ്റ്റം എന്ന് പറയുന്നത് ലൈനിനനുസരിച്ച് അലൈൻ ആവും. അതായത് ഡയമെൻഷൻ ലൈനിനനുസരിച്ച് അത് അലൈനായി മാറും. അതായത് ഈ ഡയമെൻഷൻ ലൈൻ ഹൊറിസോണ്ടലാണെങ്കിൽ ഡിജിറ്റും ഹൊറിസോണ്ടലായിരിക്കും, ഡയമെൻഷൻ ലൈൻ വെർട്ടിക്കലാണെങ്കിൽ ഡിജിറ്റും വെർട്ടിക്കലായി പോകും. സോ ഡയമെൻഷൻ ലൈൻ അനുസരിച്ച് അലൈനായി മാറുന്ന സിസ്റ്റത്തെയാണ് അലൈൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. യൂണി ഡയറക്ഷണൽ സിസ്റ്റം എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ദ ഡിജിറ്റ്സ് വിൽ ബി ഓൾവേസ് സെയിം. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് വി ഷുഡ് സ്റ്റഡി ഇൻ ബിൽഡിംഗ് ഡ്രോയിങ് ആസ് ദ ജനറൽ ടേംസ്. ഓക്കെ, ജനറൽ ബേസിക് ആയിട്ടുള്ള ചില ടേംസ് ആണ് ഇന്ന് നമ്മൾ പഠിച്ചത്. നമ്മളിനി ഡ്രോയിങ്ങിൻ്റെ ബേസിക് ടേംസിലേക്കും അല്ലെങ്കിൽ ഡ്രോയിങ് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതിലേക്ക് നമ്മൾ നാളെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നതാണ്. ഓക്കെ, സോ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്നോ രണ്ടോ തവണ കേട്ട് നോക്കുക. സോ ദാറ്റ് യു ക്യാൻ ഈസിലി സ്റ്റഡി ദീസ് തിങ്സ്. ഒരു തവണ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് പഠിക്കാൻ പറ്റും. ഓക്കെ, let's see in the next session. Okay, thank you.